ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനാണ് ദി എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 എപ്പിസോഡുകൾ കഴിഞ്ഞു. എന്താണ് ഫിലിം മേക്കിംഗ്, അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിലിം മേക്കിംഗ്, അതോടൊപ്പം 2ാമത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കിയത് ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് കരിയർ റോൾസും ഡെസിഗ്നേഷൻസും ഒക്കെയാണ്. ഇന്നത്തെ ഡിസ്കഷൻ എപ്പിസോഡ് 3 ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ഒരു ഫിലിം മേക്കറിന് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്താണ് എന്നുള്ളതാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ എപ്പിസോഡ് 3യിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് ക്വാളിറ്റീസാണ്. 4 ക്വാളിറ്റിയാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. ഇത് കൂടാതെ കൂടുതൽ ക്വാളിറ്റീസ് നിങ്ങൾക്ക് എണ്ണാവുന്നതാണ്. ഏതായിരുന്നാലും ഈ 4 കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ ഫിലിം മേക്കിംഗ് പ്രൊഫൈലിനെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇതിനൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനും കരിയറുമൊക്കെ പെർസ്യൂ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു എപ്പിസോഡ് സഹായകരമായ ഒരു കാര്യമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യത്തെ കാര്യമാണ് തീർച്ചയായും ഫിലിം മേക്കിംഗ് എന്നുള്ളത് ഒരു ക്രിയേറ്റിവിറ്റി ഭാഗമാണ്, ആർട്ട് റിലേറ്റഡ് കാര്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ പദം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ക്രിയേറ്റിവിറ്റിയാണ് ആദ്യത്തെ സ്വഭാവ ഗുണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലായി വരേണ്ടത് എന്നുള്ളതാണ്. ഏതൊരു ഫിലിമും അതിൻ്റെ ഏതൊരു രൂപത്തിലും, അതൊരു ആഡ് ഫിലിം ആയാലും ഷോർട്ട് ഫിലിം ആയാലും കൊമേഴ്ഷ്യൽ ആയാലും ഡോക്യുമെൻ്ററി ആയാലും മോഷൻ പിക്ചർ ആയാലും ഒരു മൂവി ആയാലും ഏതൊരു ക്യാപ്സ്യൂളിനും പകരാനുള്ളത് ഒരു ഇമാജിനേഷനാണ്. റിയാലിറ്റിയിൽ നിന്നും മാറി ഇമാജിനേഷൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഒരു പ്രത്യേക രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതി തന്നെയാണ്. സോ അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഭാഗമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. എങ്ങനെ ഒരു നല്ല ക്രിയേറ്റീവായി മാറാം, ക്രിയേറ്റിവിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് വെച്ചിട്ട് ദി എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ ഒരു എപ്പിസോഡ് കാണാവുന്നതാണ്. അതിൻ്റെ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ കാര്യമാണ് പീപ്പിൾ സ്കിൽ എന്ന് പറയും. സോ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ ഓരോ മോഷൻ പിക്ചർ ആയാലും വിവിധ അവതാരങ്ങൾ നൽകുമ്പോൾ ആൾക്കാരുമായ ഒരു ഇടപെടലാണ് നടക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു വർക്ക് ഫോഴ്സിനെ, റിസോഴ്സസിനെ അല്ലെങ്കിൽ ഫെലോ ബീയിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യാനും അവരുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ പ്രൊജക്റ്റിനെ, അതായത് ഫിലിം മേക്കിംഗ് പ്രൊജക്റ്റിനെ സക്സസ്ഫുൾ ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 2 സെനാരിയോ അസ്യൂം ചെയ്യാം. ഒരു വ്യക്തി അദ്ദേഹം നല്ല രീതിയിലുള്ള പീപ്പിൾ സ്കിൽ പൊസസ് ചെയ്യുന്ന ആളല്ല, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ താല്പര്യമോ അല്ലെങ്കിൽ പ്രാപ്തനോ അല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജോബിൽ വളരെയധികം ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അകത്തുള്ള എക്സ്പ്രഷൻസ്, ഇമാജിനേഷൻസ്, അദ്ദേഹം ആഗ്രഹിക്കുന്ന ആക്ഷൻസിനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഈ ഒരു പ്രൊജക്റ്റിനെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും എപ്പിസോഡ് 2ൽ പറഞ്ഞതുപോലെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് ആർട്ടിസ്റ്റുകൾ പല രീതിയിലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ക്രോസ് കമ്മ്യൂണിക്കേഷൻ ആയാലും അകത്ത് തന്നെ അവരുടെ ഫെലോ ബീയിങ്സുമായും ഡിപ്പാർട്ട്മെൻറ്റ്സുമായും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനുമാണ് ഈ ഫിലിം മേക്കിംഗ് പ്രോജക്റ്റിനെ സക്സസ് ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് പീപ്പിൾ സ്കിൽസ് ഉണ്ടായിരിക്കുക. പീപ്പിൾ സ്കിൽ എന്ന് പറയുമ്പോൾ പൊതുവെ പീപ്പിളുമായി, ജനങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ആ പ്രത്യേക പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവാണ്. ഇനി 3ാമത്തെ കാര്യമാണ് മൾട്ടി ടാസ്കിനുള്ള താല്പര്യം, കഴിവ് എന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഫിലിം മേക്കിംഗ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ചില സമയങ്ങളിൽ, അത് രാത്രിയായാലും അതിരാവിലെ ആയാലും ഏത് സമയത്തായാലും വീക്കെൻഡ് ആയാലും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നൽകേണ്ട ഒരു അവസ്ഥ വരുന്നത്. സോ നേരത്തെയുള്ള ബാക്കിയുള്ള ഒരു കൺവെൻഷണൽ ജോബ് പോലെ 9 to 5 ചെക്ക് ഇൻ ചെക്ക് ഔട്ട്, ക്ലോക്ക് ഇൻ ക്ലോക്ക് ഔട്ട് എന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലിയല്ല ഫിലിം മേക്കിങ്ങിലുള്ളത് എന്ന് ആദ്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിളായ ഒരു ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരാണ് ഈ ഒരു ഫീൽഡിലേക്ക് തീർച്ചയായും ഇറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ്, അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്
തീർച്ചയായും നമുക്കറിയാവുന്നത് ഒരേ സമയം 2 കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അടുത്ത കാര്യത്തെ കൂടി അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. ചില കൂട്ടുകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് ഒരു കാര്യം ചെയ്യുന്നു, അതോടൊപ്പം വേറൊരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കഴിവ്. അതുതന്നെയാണ് മൾട്ടി ടാസ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് തീർത്തിട്ടേ അടുത്ത കാര്യം ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന കൂട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഇത്. പീപ്പിൾ സ്കില്ലുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സെനാരിയോ 1 എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ സെനാരിയോ 2 ഇതാണ്. ചില വ്യക്തികൾക്ക് പ്രത്യേക കഴിവുണ്ട്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് എളുപ്പം ജോബ് എയിൽ നിന്ന് ജോബ് ബിയിലേക്ക് അധിക സമയം ചെലവഴിക്കാതെ തന്നെ മാറാൻ പറ്റുന്നു. ആ രീതിയിലുള്ള ഫോക്കസ് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസോഴ്സസ് ഒക്കെ ഗ്യാദർ ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ ചില പ്രത്യേക കാര്യങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്നുള്ളത് മറ്റ് ചില കാര്യങ്ങളിൽ നിന്ന് ആക്ടിവിറ്റീസിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണെങ്കിലും ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്ററാണ് അദ്ദേഹം. പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു റൈറ്റപ്പ് തയ്യാറാക്കുകയാണ്. സോ സ്ക്രിപ്റ്റ് റൈറ്ററുമായി അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ഈ റൈറ്ററിനോട് ചില കാര്യങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ ഡയറക്ടറുമായി അദ്ദേഹത്തിനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓൾറെഡി സബ്മിറ്റ് ചെയ്ത റൈറ്റപ്പിൽ ചില മാറ്റങ്ങളൊക്കെ ആഫ്റ്റർ ഇനീഷ്യൽ ഡിസ്കഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കോൺസ്റ്റൻ്റായി റൈറ്ററുമായി ഒരു ഡിസ്കഷനിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു സമയത്ത് ഈ റൈറ്റിങ്ങിൽ മാറ്റങ്ങൾ വരുത്തുക. 4 പാർട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ പാർട്ട് 2 വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാർട്ട് 3യെ കുറിച്ചും അപ്ഡേറ്റ് വരും. അതിലും വർക്ക് ചെയ്യാനുള്ള കഴിവ്. പാർട്ട് 1 ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചും ഡിസ്കഷൻ നടക്കും. ചിലപ്പോൾ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഡിസ്കഷൻ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. സോ ഇതിനെക്കുറിച്ചൊക്കെ വളരെ പെട്ടെന്ന് ഒരു ഫൈനലൈസ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ റൈറ്റർ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ രീതിയിലുള്ള ഒരു മൾട്ടി ടാസ്കിങ് ആക്ടിവിറ്റിക്ക് തീർച്ചയായും നിങ്ങളുടെ പീപ്പിൾ സ്കില്ലും അതോടൊപ്പം ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും താല്പര്യവും നല്ല രീതിയിലുള്ള ഒരു ഫിലിം മേക്കിംഗ് കരിയർ പ്രൊഫൈലിലേക്ക് അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി 4ാമത്തെ കാര്യമാണ് റിസ്ക്. അതായത് നമുക്കറിയാവുന്നതുപോലെ റിസ്കുകൾ പല രീതിയിലുണ്ട്. ഒന്ന് എക്സ്പെക്റ്റഡ് റിസ്ക്. നമുക്കറിയാം ഇത് റിസ്ക് ആണ്, ചെയ്താൽ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഈ റിസ്കുകളെ അതിൻ്റേതായ ഫിനാൻഷ്യൽ ടൈം എഫക്റ്റൊക്കെ ഉണ്ടാകും. നോൺ റിസ്കുകളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ചിലപ്പോൾ മാറ്റി നിർത്താൻ പറ്റില്ലെങ്കിൽ തന്നെ അതിനാവശ്യമായ ഫിനാൻഷ്യൽ ടൈം കുഷ്യൻസൊക്കെ നൽകി നമുക്കത് കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ചില റിസ്കുകൾ, എസ്പെഷ്യലി ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കൊറോണ. പല മൂവീസും ഫിലിം മേക്കിംഗ് പ്രോജക്ട്സും കൊറോണ കൊണ്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല ആർക്കും. 2019 ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഈവൻ ഡിസംബറിൽ പോലും ഈ രീതിയിലുള്ള ഒരു പാൻഡമിക് വരും, ലോകം മൊത്തമായി സ്തംഭിക്കും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് അൺനോൺ റിസ്ക് ആണ്. സോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിനാവശ്യമായ പ്ലാൻ ബിയോ പ്ലാൻ സിയോ നൽകാനും പറ്റില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ നമുക്ക് റിസ്കിനെ നേരിടാനുള്ള തൊലിക്കട്ടി നേടിയെടുക്കാനും ഉള്ള ഒരു താല്പര്യം വേണം എന്നുള്ളതാണ്. ഓരോ ഫിലിം മേക്കിംഗ് പ്രൊജക്റ്റും സൊസൈറ്റിയുമായി ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നു. അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് കാണും. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ആൾക്കാർ എഴുതും, ക്രിറ്റിസൈസ് ചെയ്യും. പൊളിറ്റീഷ്യൻസ് അതിനെ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. സോ ഏതൊക്കെ രീതിയിലുള്ള ചലനങ്ങളാണ്, മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റിസ്ക് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവന് തന്നെ വലിയൊരു ഭീഷണി വരെ വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി റീസെൻ്റ്ലി നമ്മുടെ രാജ്യത്ത് നടന്ന പല ഫിലിം മേക്കിംഗ് പ്രോജക്ട്സും എങ്ങനെ അത് ചില പ്രത്യേക മതവിഭാഗങ്ങളും സമൂഹവും സമുദായങ്ങളുടെ ചിന്താഗതിയുമായി ഇൻട്രാക്ട് ചെയ്തപ്പോൾ എക്സ്പ്ലോസീവായ റിയാക്ഷൻസ് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ കൂടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള റിസ്ക്കും ഉൾക്കൊള്ളാനും അങ്ങനെയുള്ള ഒരു ലൈഫിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള വിശ്വാസമൊക്കെ വേണമെന്നുള്ളത്. നേരത്തെ പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യം അത് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഈ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരുമ്പോൾ സമൂഹം
അതിനെ രണ്ട് കൈയും തുറന്ന് സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി 4 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ഒരു ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിറ്റീസിൽ എണ്ണാനുള്ളത്. പക്ഷേ വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് 5ാമത്തെ പോയിന്റും അതോടൊപ്പം ഒരു ബോണസ് പോയിന്റുമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതാണ് ഒരു ഓവർവ്യൂ ഉണ്ടായിരിക്കുക, ഒരു ബേർഡ്സ് വ്യൂ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഫിലിം മേക്കിംഗ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി ഇതൊരു സ്ക്രീനിൽ തെളിയേണ്ട കാര്യമാണ്. ഇതിലെ ഓരോ ആക്ടിവിറ്റീസും തമ്മിൽ ഒരു റിലേഷൻ വേണം. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഓരോ ആർട്ടിസ്റ്റും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മൊത്തമായ ഒരു ആകെ തുകയാണ് എൻഡ് റിസൾട്ടായി നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ രീതിയിൽ കാര്യങ്ങൾ കാണാൻ പറ്റുക ഒരു റൈറ്റർ ആ റൈറ്റപ്പ് എഴുതുമ്പോൾ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അത് എഴുതുമ്പോൾ, ഒരു ആർട്ടിസ്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ, സിനിമാറ്റോഗ്രാഫർ, സൗണ്ട് ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, അതോടൊപ്പം ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇവരൊക്കെ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു സിനിമാറ്റോഗ്രാഫറാണ് എങ്കിൽ പോലും ഡയറക്ടർ എങ്ങനെ ചിന്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചിന്ത ഏത് രീതിയിൽ പോകുന്നു, മൊത്തമായി എന്താണ് റിസൾട്ടായി ഉദ്ദേശിക്കുന്നത് കാണാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആ പർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ സക്സസ്സിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ എണ്ണാനുള്ളത്. ഒരു ഫിലിം മേക്കറിൻ്റെ 5 ബേസിക് ആൻഡ് ഹൈലി എഫിഷ്യൻറ്റ് ക്വാളിറ്റി എന്നുള്ളത്. ആദ്യത്തേത് ക്രിയേറ്റിവിറ്റി ആയിരുന്നു, രണ്ടാമത്തേത് പീപ്പിൾ സ്കിൽസ് ആയിരുന്നു, മൂന്നാമത്തേത് എബിലിറ്റി ടു മൾട്ടി ടാസ്കും, നാലാമത്തേത് റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ കഴിവും, 5ാമത്തേതും പ്ലസ് പോയിന്റും ബോണസ് പോയിന്റുമായി വന്നിട്ടുള്ളത് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ബേർഡ് ഐ വ്യൂ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അത് എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇനി നമുക്ക് എപ്പിസോഡ് 4 ആണ്. എഡ്യൂക്കേഷൻ, സ്റ്റഡി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോഴ്സസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.